നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. നാളെ സൂക്ഷ്മ പരിശോധന. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം വ്യാഴാഴ്ച. വോട്ടെടുപ്പിന് ഇനി 18 നാൾ. പ്രചരണം ഊർജിതമാക്കി മുന്നണികൾ. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇന്ന് പത്രിക നൽകും. മുഖ്യമന്ത്രിയുടെ ജില്ലാ പര്യടനത്തിന് ഇന്ന് പത്തനംതിട്ടയിൽ നിന്ന് തുടക്കം. നേമത്തെ വികസനത്തിൽ പരസ്യ സംവാദത്തിനുള്ള മന്ത്രി വി ശിവൻകുട്ടിയുടെ വെല്ലുവിളി സ്വീകരിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരെ മന്ത്രി വെല്ലുവിളിച്ചത് അമൃത ന്യൂസിന്റെ ഇലക്ഷൻ പോഡ്കാസ്റ്റ് നോട്ട് ദി പോയിന്റിൽ. 1000 കോടിയുടെ വികസനം മന്ത്രി കാണിച്ചു തരണമെന്ന് തിരിച്ചടിച്ച് രാജീവ് ചന്ദ്രശേഖർ. ഇറാൻ-ഇസ്രായേൽ സംഘർഷത്തെ തുടർന്നുള്ള ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ ശക്തമായ നടപടികളുമായി G7 രാജ്യങ്ങൾ. ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഹോർമൂസ് അടച്ചിട്ടില്ലെന്നും കപ്പൽ ഗതാഗതം നിരോധിച്ചിട്ടില്ലെന്നും ഇറാൻ. നിയന്ത്രണം പ്രതിരോധം എന്ന നിലയിൽ, നിരോധനം ശത്രുപക്ഷത്തുള്ളവർക്ക് മാത്രമെന്നും ഇറാൻ. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് ഇന്ത്യ. ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ പ്രത്യേക നടപടികൾ. ഇന്ന് തുടങ്ങുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ LPG പ്രതിസന്ധി ഉന്നയിക്കാൻ പ്രതിപക്ഷം. ക്ഷാമം മുന്നിൽ കണ്ട് സർക്കാർ നടപടിയെടുത്തില്ല എന്ന് ആക്ഷേപം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ പദവിയിൽ നിന്ന് നീക്കണമെന്ന ആവശ്യവും പ്രതിപക്ഷം ഉയർത്തും. ശബരിമല യുവതീ പ്രവേശന കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇന്ന് സുപ്രീം കോടതിയിൽ വാദം സമർപ്പിക്കും. യുവതീ പ്രവേശനത്തെ കോടതിയിൽ എതിർക്കാൻ ബോർഡ്. വിശദമായ വാദം ആരംഭിക്കുക ഏപ്രിൽ 7-ന്. ഡേവിഡ് കറ്റാലയുടെ പകരക്കാരനെ തേടി കേരള ബ്ലാസ്റ്റേഴ്സ്. ബംഗളൂരു FC മുൻ പരിശീലകൻ ആഷ്ലി വെസ്റ്റുഡിയുമായി ചർച്ച നടത്തി മാനേജ്മെന്റ്. അഴിച്ചുപണി ഈ സീസണിൽ 6 മത്സരങ്ങളിൽ 5 തോറ്റതോടെ.